ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റുകൾ ഏറ്റവും അധികം വെറുക്കുന്ന 5 തന്ത്രങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് നാർസിസ്റ്റായ ഒരാളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവരിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത്, നിങ്ങൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർത്തുക. ഞാനും എന്നെ പോലുള്ള മറ്റുള്ളവരും നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞൊരു കാര്യമാണ്, അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ എക്സ്പ്ലനേഷൻ അവർ ആഗ്രഹിക്കുന്നില്ല. മാത്രവുമല്ല, നിങ്ങളുടെ സങ്കടങ്ങൾ അവരറിയാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ അവസ്ഥ അവരറിയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അവസ്ഥ അവർക്ക് അറിയാത്തതല്ല, പക്ഷേ നിങ്ങളുടെ അവസ്ഥ അവരറിയാനോ മനസ്സിലാക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് അവരുടെ ശരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതിൽ ശരിയുണ്ടോ, അത് ഇങ്ങനെയാണോ, അത് ഞാൻ മനസ്സിലാക്കേണ്ടതാണോ എന്നൊരു പ്ലാനൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരിക്കലും ഗുണകരമാവില്ല. മാത്രവുമല്ല, അവർക്കത് വളമായിട്ട് മാറും. എങ്ങനെ വളമാവും? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പല പോയിന്റുകൾ അവർക്ക് കിട്ടും. നിങ്ങളുടെ വീക്ക്നെസ് കിട്ടും, നിങ്ങളുടെ താല്പര്യങ്ങൾ കിട്ടും, നിങ്ങളുടെ പ്ലാനുകൾ അവർക്ക് കിട്ടും. ഇതൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? പിന്നീട് നിങ്ങൾക്കെതിരെ തന്നെ കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് നിങ്ങളെ തന്നെ കുഴിയിൽ വീഴുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. മാത്രവുമല്ല, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളിൽ മേലുള്ള കൺട്രോൾ അവർക്ക് കൂടുതൽ കിട്ടുമെന്നാണ് എല്ലാ സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. പ്രത്യേകിച്ച് നാർസിസ്റ്റ് കേസ് ഡീൽ ചെയ്യുന്ന എല്ലാ സൈക്കോളജിസ്റ്റുകളും. അതുകൊണ്ട് ഒരിക്കലും എക്സ്പ്ലനേഷൻ അരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലോകം വിശാലമാക്കുക. അതായത് നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ കുടുംബ ബന്ധം, മറ്റു കാര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തുക. നാർസിസ്റ്റിൻ്റെ പ്രത്യേകത അറിയാലോ, അവർ നിങ്ങളെ എല്ലാവരിൽ നിന്നും അകറ്റും, അവരിലേക്ക് മാത്രമായിട്ട് ഒതുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവരറിയാണ്ട്, ശ്രദ്ധിക്കണേ, ഇവരറിയാതെ പതുക്കെ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഇവരോടൊക്കെ സൗഹൃദം സൂക്ഷിക്കുക, ഇവരോടൊക്കെ കോണ്ടാക്ട് ചെയ്യുക, ഇവരോടൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അങ്ങനെയാണെങ്കിലുള്ള ഗുണം, ഇവർ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ശക്തമായൊരു സോഷ്യൽ സപ്പോർട്ട് ലഭിക്കും. മാത്രവുമല്ല, നിങ്ങൾക്ക് വലിയൊരു സൗഹൃദ വലയം ഉണ്ട് എന്ന് അറിയുന്നത് ഇവർക്ക് ഭയമാണ്, ഇവർക്ക് പേടിയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരിൽ മാത്രം ഒതുങ്ങുന്ന ആൾക്കാരായിരിക്കണം വിക്ടിംസ്. ഇവർക്ക് മറ്റാരും സപ്പോർട്ട് ഉണ്ടാവരുത്. അത് മാതാപിതാക്കളാവട്ടെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവട്ടെ, ആരും വേണ്ട, ഞാൻ മാത്രം മതി എന്ന നിലപാടായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ സോഷ്യൽ സപ്പോർട്ട് കൂടുന്തോറും നിങ്ങളുടെ കരുത്ത് കൂടുമെന്ന് മനസ്സിലാക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് പിന്നീട് നിലനിൽക്കാനും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നേടാനൊക്കെ ഉപകരിക്കും. ജോലി, മറ്റെല്ലാ കാര്യങ്ങൾക്കും അത് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ സപ്പോർട്ട് വലുതാക്കുക. രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രേഖകൾ സൂക്ഷിക്കുക. അതായത് അവർ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ രേഖകളായിട്ട് തന്നെ സൂക്ഷിക്കുക. എന്തിനാണ് ഇത് സൂക്ഷിക്കുന്നത്? ഇതൊരിക്കലും ആർഗ്യൂ ചെയ്യാനോ അവരോട് ജയിക്കാനോ അല്ല, മറിച്ച് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ നാർസിസ്റ്റായ വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർമ്മകളെ തന്നെ കള്ളത്തരമാക്കി മാറ്റുന്നു. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും, മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ എവിടെയാണ് ശരി? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അറിയാതെ പറഞ്ഞു പോയോ? പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയും, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് തെറ്റിദ്ധാരണ ഉണ്ടാവും. നമുക്ക് തന്നെ തോന്നും, ശരിയാണോ, ഞാൻ പറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നിയിട്ട് ലാസ്റ്റ് നമ്മൾ അവർക്ക് സുല്ലിട്ട് പോകും. എന്നാൽ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖയായിട്ട് സൂക്ഷിച്ചാൽ, നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ, ഓ, ഇതാണ് സത്യം, അയാൾ അല്ലെങ്കിൽ അവൾ ഇപ്പോൾ പറയുന്നതല്ല എന്ന് കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവും. അതോടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വ്യക്തി ചെയ്യുന്ന കള്ളത്തരങ്ങളൊക്കെ വ്യക്തമായിട്ട് ഓരോന്നും എന്ത് ചെയ്യും? പുറത്ത് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും. ഓഹോഹോ, നല്ല കള്ളത്തരമാണല്ലേ ഈ സമയം കൊണ്ട് എന്നോട് പറയുന്നത് എന്ന ബോധ്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ജാഗരൂകരാവും, കുറച്ചും കൂടി തന്ത്രങ്ങൾ മെനയുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നീട് നമ്മൾ മീഡിയസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പോകുന്ന സമയത്തോ മറ്റോ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ രേഖകൾ വെച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോകരുത്. അത് കൂടുതൽ പ്രശ്നത്തിന് കാരണമാവും. ആർഗ്യൂ ചെയ്യാനല്ല, നിങ്ങൾ എവിടെയുണ്ട്, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കാം. എന്താണ് ഗ്രേ റോക്ക് മെത്തേഡ്? മുമ്പേ പറഞ്ഞിട്ടുണ്ട്.
നമ്മളിങ്ങനെ വഴിയിൽ പോകുന്ന സമയത്ത് ഒരു ചാര നിറത്തിലുള്ള കല്ല് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കൂല. നേരെ മറിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഒരു മാണിക്യ കല്ല് കണ്ടു, അല്ലെങ്കിൽ നല്ല മനോഹരമായ കളർ ചെയ്ത കല്ല് കണ്ടു, അതല്ലെങ്കിൽ ഒരു വള്ളാരം കല്ല് കണ്ടു, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. നേരെ മറിച്ച് ഒരു ചാര നിറത്തിലുള്ള കല്ലിനെ നമ്മൾ ശ്രദ്ധിക്കൂല. ഇതേപോലെ അവർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുക, നിങ്ങൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കുക, നിങ്ങൾ ദേഷ്യപ്പെട്ട് കൊണ്ട് സംസാരിക്കുക. ഇതൊക്കെ അട്രാക്ഷൻ, ഒരു ശ്രദ്ധ കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ഒഴുക്കമട്ടിലുള്ള സംസാരമാണെങ്കിൽ എന്ത് ചെയ്യൂല, ഒരിക്കലും ശ്രദ്ധ കിട്ടൂല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വഴിയിൽ പോകുന്നതെന്ന് വിചാരിച്ചോ, അവിടെ രണ്ട് പേര് സംസാരിക്കുന്നു, ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിലൊരാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധ അങ്ങോട്ട് പോകില്ലേ? കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധ പോകില്ലേ? കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോകില്ലേ? അപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധ പോകും. ഇതേപോലെ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് നിങ്ങളിൽ നിയന്ത്രണം കിട്ടും. നേരെ മറിച്ച് ഒഴുക്കമട്ടിൽ ഇതിന് മാത്രം ഉത്തരം പറയാം, ഫാക്റ്റ് മാത്രം പറയാം, അത് മിനിമലായിട്ടുള്ള സംസാരം മാത്രം സംസാരിക്കുക. പലപ്പോഴും നമുക്ക് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം ഘട്ടത്തിൽ നമ്മൾ മിനിമൽ കോണ്ടാക്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ മേലുള്ള കൺട്രോൾ കുറയും. കൺട്രോൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ പോയിന്റ് പറയാം. അവർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി വിശദീകരിക്കാം. പ്രത്യേകിച്ച് നാർസിസ്റ്റായ വ്യക്തികൾ പെട്ടെന്ന് ഉത്തരം പറയുന്നവരാണ്. അത് സ്പീഡിൽ കുറേ കളവുകളും മാനിപ്പുലേഷൻസും ഗ്യാസ് ഒക്കെ ചേർത്ത് പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കഥ പതുക്കെ പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല കള്ളത്തരങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ അവരോട് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ അവരെ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും കൂടി വിശദീകരിക്കാൻ പറയാം, വീണ്ടും വിശദീകരിക്കാൻ പറയാം. ഇങ്ങനെ പറയുന്ന സമയത്ത് അവർ പതുക്കെ പറയുമ്പോൾ അതിൽ അവർക്ക് തന്നെ മനസ്സിലാവും, ഓ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെന്ന് ഇവർ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, കള്ളത്തരങ്ങൾ പറയുന്നത് കുറക്കും. അതായത് അവരത് പതുക്കെ പറയട്ടെ, അവർ ധൃതി കൂട്ടി പറയുന്നതിന് പകരം പതുക്കെ പറയട്ടെ. ആ പതുക്കെ പറയുന്നതിൽ നിങ്ങൾ എന്താക്കുക, പോയിന്റുകൾ നോട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് അവർക്ക് ഏകദേശം ഞാൻ പറയുന്ന കള്ളത്തരങ്ങൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നലുണ്ടാവും. പിന്നീട് നമ്മളോട് കള്ളത്തരങ്ങൾ പറയുന്നത് കുറച്ചെങ്കിലും കുറക്കും. അപ്പോൾ അതിന് ഉപകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. നന്നായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ കൺഫ്രണ്ട് ചെയ്യാം, അറിയാത്തവർ ചെയ്യരുത്. അപ്പോൾ ആർഗ്യുമെൻ്റ് തലത്തിലേക്ക് അത് പോകരുത്. ആർഗ്യുമെൻ്റ് തലത്തിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ദേഷ്യം വരും, പിന്നെ വാശി വരും, പിന്നെ കയ്യാങ്കളിയാവും. അത് കൂടുതൽ ഡേഞ്ചറിലേക്ക് പോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള തന്ത്രങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാർസിസ്റ്റിൻ്റെ മേലെ നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടും. മാത്രമല്ല അവർക്ക് നിങ്ങളെ പേടിയാവും, നിങ്ങൾ അകന്നു പോകുന്നുള്ള പേടി വരും. അപ്പോൾ അത് നിങ്ങളെ ശല്യം ചെയ്യുന്ന കുറയാനുള്ള കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റിൽ ഏതെങ്കിലും വ്യക്തമല്ല എങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. പകുതി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രയോഗിക്കരുത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്നുള്ളൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 1ാം പതിപ്പ് വിറ്റ് തീർന്നു, 2ാം പതിപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയോ നേരിട്ടോ എത്തിച്ചു തരുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.